മാനേജറും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായതാണ്. ഇന്ന് ഒരു തുടർ വാർത്ത ഇതിൽ വന്നിട്ടുണ്ട്. ഉണ്ണി മുകുന്ദന്റെ വിശദീകരണത്തിന് മറുപടിയുമായാണ് പരാതിക്കാരനായ മുൻ മാനേജർ വിപിൻ കുമാർ രംഗത്തെത്തിയത്. കേസ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണി മുകുന്ദൻ തന്നെ തള്ളിപ്പറഞ്ഞത് എന്നതാണ് വിപിൻ കുമാർ 24നോട് പറഞ്ഞത്. പുതിയ പ്രോജക്ടുകൾ കോർഡിനേറ്റ് ചെയ്യാൻ ഉണ്ണി മുകുന്ദൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും വിപിൻ കുമാർ പറഞ്ഞു. പോലീസ് കേസെടുത്തതിനു പിന്നാലെ വിപിൻ കുമാർ തന്റെ മാനേജറല്ല എന്ന് ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രസ്താവന പാടെ തള്ളുകയാണ് വിപിൻ കുമാർ. ഉണ്ണി മുകുന്ദന്റെ അനുവാദമില്ലാതെ താൻ ആരോടും വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടില്ല. മാർക്കോയ്ക്ക് ശേഷം ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പരാജയപ്പെട്ടതിന്റെയും പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാത്തതിന്റെയും മാനസിക നിരാശയിലാണ് ഉണ്ണി മുകുന്ദനെന്ന് വിപിൻ കുമാർ 24നോട്. ഉണ്ണി മുകുന്ദന്റെ അനുവാദം ഇല്ലാതെ ഞാൻ ആരോട് പെണ്ണ് അന്വേഷിക്കാനാണ്, കല്യാണം അറിയിക്കാനാണ്. പുള്ളിയുടെ അനുവാദം ഇല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പുള്ളി പറഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. മാർക്കോയ്ക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ഇപ്പോൾ പുതിയ പടങ്ങൾ വരുന്നില്ല, വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പടം വരുന്നില്ല. മറ്റൊരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഓരോ ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ഉണ്ണിയിലേക്ക് വരുന്നില്ല. മനസ്സിലായി? അത് നമ്മുടെ കുഴപ്പമുണ്ടല്ലത്. മനസ്സിലായില്ലേ? അത് ചിന്തിച്ച് ചെയ്യണം. പിന്നെ അതുപോലെ വലിയ റെമ്യൂണറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ അനുസരിച്ച് അത് താങ്ങില്ലായിരിക്കും. താൻ ഉണ്ണി മുകുന്ദന്റെ ഡിസിഷൻ മേക്കർ ആയിട്ടില്ല. എന്നാൽ പുതിയ പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യാൻ ഉണ്ണി മുകുന്ദൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നതായി വിപിൻ കുമാർ വ്യക്തമാക്കി. എന്നോട് പറയും അത് കഥ കേൾക്കൂ, കഥ കേട്ടിട്ട് പറയാൻ പറയും. അപ്പൊ എന്താ ഞാൻ ചെയ്യാം? ഞാൻ കഥ കേട്ട് ഫീഡ്ബാക്ക് ഉണ്ണിയോട് പറയും. ഉണ്ണിയോട് പറയുമ്പോൾ അത് ഉണ്ണിയുടെ ഡിസിഷനാണ്, അത് ചെയ്യണോ വേണ്ടെന്നുള്ളത്, ഞാൻ എന്റെ അല്ല. അപ്പൊ അത് പുള്ളി ഇഷ്ടപ്പെട്ടില്ല, പുള്ളിക്ക് അത് ചെയ്യണ്ട, പുള്ളിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇത് അതേപോലെ തിരിച്ച് കൺവേ ചെയ്യും. അല്ലേ? ഇതാണ് ഒരു മാനേജർ ജോലി. അല്ലാതെ ഞാൻ ഡിസിഷൻ മേക്കർ അല്ല. അല്ലേ? ഞാൻ ഡിസിഷൻ മേക്കർ അല്ല. ഉണ്ണി മുകുന്ദനെതിരെ പരാതി നൽകിയതിനു പിന്നാലെ സൈബർ ആക്രമണം നേരിടുകയാണ് വിപിൻ കുമാർ. ഇൻഫോപാക് പോലീസ് നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് വിപിൻ. അതേസമയം നീതി തേടി DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ. ഒരു വ്യാജ കേസ് കൊടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? ഇത് എനിക്കുണ്ടായ അറ്റാക്കും ഭീഷണിയും ഇതെല്ലാം കൊണ്ട് ഞാൻ തീരുമാനിച്ചു കൊടുത്ത സംഭവമാണ്. തീരുമാനിച്ചിട്ടാണ് ഇത് കേസ് കൊടുത്തത്. ആ കേസ് വാലിഡാണ്. അത് പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥരും കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ, അവിടെ റിപ്പോർട്ട് വരുന്നുണ്ട്. വിപിൻ കുമാറിന്റെ പരാതിയിൽ ഇടപെട്ട ഫെഫ്ക തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിൽ കടന്ന ഇൻഫോപാർക്ക് പോലീസ് നടനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യൽ വിളിപ്പിക്കാനാണ് നീക്കം. കൊച്ചിയിൽ നിന്ന് നിതിനം. ഹലോ ഗൈസ്, ഉണ്ണി മുകുന്ദൻ്റെ വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ തല്ലി എന്ന് പറഞ്ഞിട്ട് വിപിൻ കുമാർ, മുമ്പത്തെ മാനേജർ എന്ന് പറയപ്പെടുന്ന വിപിൻ കുമാർ ആൾ രംഗത്ത് വരികയും തല്ലിയിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ പിന്നെ വാർത്തകൾ വരും. അതായത് അവിടെയുള്ള CCTV ക്യാമറയിൽ തല്ലിയതിൻ്റെ ഒരു ഒന്നുമില്ല അല്ലേ എന്നുള്ള ഒരു രീതിയിൽ, വിഷ്വൽസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ വരികയും പിന്നീട് വന്ന വാർത്ത തല്ലിയിട്ടുണ്ട്, വിഷ്വൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 24 പോലുള്ള 24 ചാനലല്ലേ ഒന്ന് വിഷ്വൽസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഏതോ റിപ്പോർട്ടർ ആരോ ഹൈദരാലിയോ ആരോ ഉള്ള ഒരു ഫോൺ കോളിൽ അതിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, പോലീസ് ഓഫീസറോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അതിൽ വിഷ്വൽസ് ഉണ്ട്. അതായത് ഉണ്ണി മുകുന്ദൻ വിപിൻ കുമാറിനെ തല്ലണ വിഷ്വൽസ് അതിലുണ്ട്. അപ്പോൾ ഇത് ഏതാ വിശ്വസിക്കേണ്ടത്? എന്താ സംഭവം? എന്നിട്ട് പോലീസുകാരൻ പറഞ്ഞ സമയമാകുമ്പോൾ പുറത്തു വിടുക, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ്, അതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു സംഗതി എത്തുന്നതിന് മുമ്പ്, റിപ്പോർട്ട് എത്തുന്നതിന് മുമ്പ് ചാനലുകാർ കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ. കാരണം അവർക്ക് ഈ നാടകീയമായിട്ട് ആളുകളെ ഇതെങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ എത്തിക്കുക എന്നുള്ളൊരു ലെവലിൽ ഇങ്ങനെ ഒരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിക്കണ കുറേ നാടകീയമായ കുറേ സാധനങ്ങളുണ്ടല്ലോ. എന്തായാലും ഉണ്ണി മുകുന്ദൻ്റെ മാനേജറായിരുന്നു വിപിൻ കുമാർ എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട്. മാനേജർ അല്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. PR വർക്ക് ചെയ്യുന്ന PR കമ്പനിയുടെ ഒരു ഉടമസ്ഥ മാത്രമാണ് വിപിൻ കുമാർ എന്ന് പറയുന്നത്. അതായത് പല ആളുകളുടെ വർക്ക്സിന് സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു ഉടമസ്ഥൻ, അതിലൊരാൾ എന്നുള്ളതിൽ അതിൻ്റെ ഒരാൾ. പക്ഷേ വിപിൻ കുമാർ പറയുന്നത് മുമ്പത്തെ ഞാൻ മാനേജറായിരുന്നു എന്നൊക്കെ. ഇതിൽ പറയുന്നത് ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഫ്രണ്ടിനോട്, അതായത് ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട്, ഒരു ആക്ട്രസിനോട് ഉണ്ണി മുകുന്ദൻ്റെ ഉണ്ണി മുകുന്ദനെ കുറിച്ചുള്ള നുണകൾ, കുറ്റങ്ങൾ എന്തോ അവിടെ പറഞ്ഞ് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ പോയി. അങ്ങനെ ഒരു അടിപിടിയായി. കൂളിംഗ് ഗ്ലാസ് തച്ച് പൊട്ടിച്ചു, എറിഞ്ഞു പൊട്ടിച്ചു. മൂപ്പർക്ക് രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് വിപിൻ കുമാറിന് രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്തു ഉണ്ണി മുകുന്ദൻ എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്.
ഏതാ സത്യം, ഏതാണ് നുണ, എന്താണ് സംഭവം, എന്താ നമ്മൾ വിശ്വസിക്കേണ്ടതെന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉണ്ണിമുകുന്ദനെ കുറിച്ച് ഈ ഒരു സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ അത് ചെയ്യും, ഉണ്ണിമുകുന്ദൻ ഗുണ്ടയാണ്, ഉണ്ണിമുകുന്ദനെ തല്ലും, ഉണ്ണിമുകുന്ദൻ ചിന്താശേഷി കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വരണത്. ഇപ്പോൾ ഏതോ മറ്റേ അനന്തഭദ്രത്തിൻ്റെ തിരക്കഥാകൃത്ത് മൂപ്പരൊരു ഇൻ്റർവ്യൂ അല്ല മൂപ്പരുടെ ഒരു വർത്താനമായിട്ട് വന്നത് ഒക്കെ ഈ നനഞ്ഞടം കുഴിക്കുക എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഉണ്ണിമുകുന്ദനെ അതായത് ഒരു മരം ചാഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് തിത്തേ കളിക്കുക എന്നുള്ള ലെവലിലാണ് തോന്നുന്നത്. ഉണ്ണിമുകുന്ദൻ്റെ നാശം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് തോന്നുന്നു. അവരെല്ലാവരും കൂട്ടത്തോടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിമുകുന്ദനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ട്, മുമ്പ് എപ്പോഴോ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് മേജർ രവിനെ തല്ലിയോ അങ്ങനെ എന്തോ ചോദിക്കുന്നത്, തല്ലി കേസ് വയ്ക്കണം. അപ്പോൾ മൂപ്പര് അന്ന് അത്ര ചിന്തിക്കാണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ഒരാളാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പലരും പറയുന്ന, കമൻറ്റ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഇവിടെ ഞാൻ കാണാനിടയായി 1-2 ദിവസങ്ങളിലായിട്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു കേസ്, ഈ ഒരു കാര്യം ഫെഫ്ക അല്ലേ തിങ്കളാഴ്ച കൂട്ടണമെന്നല്ലേ പറഞ്ഞ് എന്തോ അവർ വട്ടമേശ സമ്മേളനമായിട്ട് അവർ കൂടുന്നുണ്ടായിരിക്കും. എന്തായാലും ഒരു ഉറപ്പാണ്, ഉണ്ണിമുകുന്ദൻ സിനിമ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിലോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു പരിപാടിയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ മനുഷ്യനല്ലേ പുള്ളേ പറയാൻ പറ്റൂല. എന്തായാലും വളരെ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയ, ഗുജറാത്തല്ലേ ഉണ്ണിമുകുന്ദൻ്റെ സ്ഥലം, ഇതുവരെ എത്തി ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തമായി വഴി വെട്ടി വന്നിട്ടുള്ള ഒരാളാണ് ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാൻ, സിനിമ സംവിധാനം ചെയ്യാൻ ഒക്കെ ഉണ്ണിമുകുന്ദന് സാധിക്കും. ഉണ്ണിമുകുന്ദൻ അത്രയും കാലിബറുള്ള ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ള ആളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ ഉണ്ണിമുകുന്ദനെ ഇപ്പോൾ ഉണ്ണിമുകുന്ദനും ടോവിനോനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ശ്രമം പുറത്ത് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ആ ചാറ്റൊക്കെ പുറത്ത് വിട്ടുണ്ടല്ലോ, ടോവിനോ ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്, കട്ട ചങ്കുകളാണ്, എന്നാൻ ബെറ്റ് ലെയ്യാറ് മച്ച എന്താണ് എന്തോ. അപ്പോൾ എന്തായാലും സംഗതി അറിയില്ല ഇതെന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉണ്ണിമുകുന്ദനെ തകർക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് സംശയമില്ലാതില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചോളം ഇത് ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതൊന്നും തളർന്നു പോയരുത്. ഇതിൽ പൂർവാധി ശക്തിയോടെ മുന്നോട്ട് വരുന്നു. സിനിമ സംവിധാനം ചെയ്യണ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞാലേ അത് എന്തോ ഇതുകൊണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. അത് ആ സിനിമ സംവിധാനം ചെയ്യണമെന്നും പുതിയ അടിപൊളി കഥാപാത്രങ്ങളെ കിട്ടാൻ മൂപ്പർക്ക് സാധിക്കട്ടെ എന്നും സ്വന്തമായിട്ടൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി തന്നെ മൂപ്പർക്ക് തുടങ്ങാൻ സാധിക്കട്ടെ എന്നുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം ഇതെന്താണ് സംഭവം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഒരു തല്ല് കേസിൽ തീരാനുള്ളതല്ലല്ലോ ഉണ്ണിമുകുന്ദനെ പോലുള്ള ആളുകളുടെ ഒരു മൊത്തത്തിലുള്ളൊരു കഴിവുകളും പരിശ്രമങ്ങളും ഒന്നും. അപ്പോൾ ഇതിലൊന്നും തളർന്നു പോയരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ.